അൽഹംദുലില്ലാ, കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു സഹോദരി അയച്ചു തന്നൊരു വോയിസാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവരൊരു പ്രശ്നം പറഞ്ഞിരുന്നു, അതിനൊരു പരിഹാരം ചെയ്തു കൊടുത്തു. അൽഹംദുലില്ലാ, അവർ സന്തോഷത്തോട് കൂടിയിട്ട് എന്നോട് പറഞ്ഞൊരു വോയിസ്. അൽഹംദുലില്ലാ, ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറഞ്ഞതായിരുന്നു. അൽഹംദുലില്ലാ, അതിന് ഒരു ഫലം കിട്ടി. അതിങ്ങനെ ഞാൻ ഒരുപാട് മെസ്സേജുകൾ അതുപോലെ ആ സന്തോഷം പറഞ്ഞ മെസ്സേജുകൾ ഫോണിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു റാഹത്താണ്. അൽഹംദുലില്ലാ. പക്ഷേ ഒരുപാട് വിഷമങ്ങൾ ഇതുപോലെ പറഞ്ഞ ആളുകളുണ്ട്. നല്ലൊരു പരിഹാരം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും നമ്മൾക്ക് ആവശ്യപ്പെടുന്നതും നമ്മുടെയൊക്കെ വിഷയങ്ങൾക്കുള്ള പരിഹാരം തേടുന്നതും ഒക്കെ വ്യത്യസ്തങ്ങളായ രൂപത്തിലായിരിക്കും. പല പ്രശ്നങ്ങൾക്കുള്ള വ്യത്യസ്തങ്ങളായ പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുന്നവരാണ്. അള്ളാഹു എല്ലാത്തിനും നമ്മൾ ചെയ്യുന്നതിനൊക്കെ മൻഫഅത്ത് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ, അത് വിവാഹം ശരിയാകാത്ത ആളുകളുണ്ട്, അതുപോലെ ജോലി ശരിയാകാത്ത ആളുകളുണ്ട്, അതുപോലെ പല വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് അതൊക്കെ മാറിക്കിട്ടണമെന്ന് ആഗ്രഹം പറഞ്ഞവരുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, കടങ്ങൾ ഇതെല്ലാം തീർന്നു കിട്ടാനുള്ള ഒരു എളുപ്പ വഴി നമുക്കൊന്ന് വീഡിയോയിൽ കേൾക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക. ഒരു ചെറിയ സൂറത്താണ് പറയുന്നത് കേട്ടോ. നമുക്ക് ഓതാൻ അറിയുന്ന സൂറത്ത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. വന്നുപോയ അപാകതകൾ, പാകപ്പിഴകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്യട്ടെ. തുടക്കത്തിൽ നിങ്ങളൊരു വോയിസ് കേട്ടിട്ടുണ്ടാകും. ഒരു ഉമ്മയുടെ ഒരു സന്തോഷം തുളുമ്പുന്ന വാക്കുകളാണ്, റബ്ബിനെ സ്തുതിച്ചുകൊണ്ടുള്ള വാക്കുകൾ. അവർ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തന്നതാണ്. സന്തോഷം അവരുടെ ആ സന്തോഷം, അവർക്ക് കിട്ടിയൊരു മൻഫഅത്ത്, അവർക്ക് കിട്ടിയൊരു ഫലം അവരെന്നെ അറിയിച്ചതാണ്. ഞാൻ നിങ്ങളെയും കേൾപ്പിച്ചത് വേറൊന്നുമല്ല. അങ്ങനെ ഒരുപാട് ആളുകൾ അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ വലിയ സന്തോഷവും റാഹത്തുമാണ്. അൽഹംദുലില്ലാ, നമ്മൾ ചെയ്തു കൊടുത്തൊരു അമലിന് അതിനൊരു ഫലം കിട്ടിയെന്നറിയുമ്പോൾ അത് നമുക്ക് റാഹത്തല്ലേ, സന്തോഷമല്ലേ. അൽഹംദുലില്ലാ, അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇതുപോലെ ഒരുപാട് ആളുകൾ, ഒരുപാട് ഉമ്മമാർ, സഹോദരന്മാർ, സഹോദരിമാർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വിളിച്ചിട്ട് ജോലി ഇല്ലാതെ വിഷമിച്ചിരുന്ന അദ്ദേഹം ജോലി റെഡിയായിട്ടുണ്ട്, ഹൈറായ ഒരു ജോലി റെഡിയായിട്ടുണ്ട് എന്നറിയിച്ചു. അതായത് നല്ല ശമ്പളമുള്ളൊരു ജോലി ശരിയായിട്ടുണ്ട് എന്നറിയിച്ചു. അൽഹംദുലില്ലാ, അത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ, നമ്മളൊക്കെ പല വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുള്ള ആളുകളാണ്. ഇപ്പോൾ പല ആളുകളുടെയും പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ, പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ, വിഷമങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരാൾക്കും ഇപ്പം കടമുള്ള ആളുകൾ, ഉദാഹരണം പറയാം, കടമുള്ള ആളുകൾ, അവർക്ക് കടം വന്നത് ഒരേ രൂപത്തിലല്ല. ചില ആളുകൾക്ക് കടം വന്നത് രോഗം കാരണം ഹോസ്പിറ്റലുകളിൽ ചിലവായതിൻ്റെ പേരിലാണ്, ഒരുപാട് ലക്ഷങ്ങൾ ചിലവായി അങ്ങനെ കടം വന്നവർ. ചില ആളുകൾ കടം വന്നത് മക്കളെ കെട്ടിച്ചതിൻ്റെ പേരിലാണ്. ചില ആളുകൾ വീട് വെച്ച് അങ്ങനെ ലോൺ എടുത്ത് അങ്ങനെയൊക്കെ കടം വന്ന് പോയ ആളുകളുണ്ട്. ചില ആളുകൾ മറ്റ് ചുറ്റുപാടുകളിൽ ബിസിനസ് പരമായിട്ടുള്ള കടം വാങ്ങി അങ്ങനെ എന്ത് ചെയ്തു, കടക്കണിയിലായ ആളുകൾ. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ് കടം വന്നത്. അതും പല മാർഗത്തിലൂടെ. ചില ആളുകൾ വിവാഹം കഴിച്ച് കടം വന്ന ആളുകളുണ്ട്, അല്ലേ? വിവാഹം കഴിച്ച് അങ്ങനെ ബാധ്യതകൾ വന്നു, അങ്ങനെ എന്ത് ചെയ്ത് ഡിവോഴ്സായി, അതിൽ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത, അങ്ങനെയൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുക, കടം വന്ന ആളുകൾ. ഇങ്ങനെ തുടങ്ങിയിട്ട് പല രൂപത്തിൽ കടം വന്ന ആളുകൾ. ഇതൊക്കെ മാറിക്കിട്ടാനുള്ള വഴിയോ, എന്നാൽ വഴിയൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കൊക്കെ കടം തീരാനുള്ള അമലായിട്ട് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ വാഖിഅ ഓതാൻ പറയുന്നുണ്ട്. ഓതാൻ പഠിപ്പിച്ചു തരാം. അല്ലെങ്കിൽ ഒരാൾ സൂറത്തുൽ വാഖിഅ നിരന്തരം പാരായണം ചെയ്ത് എല്ലാ ദിവസവും ഓതിക്കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായ ഞെരുക്കം ഉണ്ടാവില്ല എന്ന് മുത്തനബി തങ്ങൾ പരിചയപ്പെടുത്തിയതായി കാണാം, അല്ലേ? ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന രൂപത്തിൽ പല ഹദീസുകളും നമുക്ക് പരിചയപ്പെടുത്തിയതായിട്ട് കാണാം. ഇനി ചില ആളുകളുടെ പ്രശ്നങ്ങൾ, അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി ചില അമലുകൾ ചെയ്താൽ അവർക്കതിന് പെട്ടെന്ന് മോചനം കിട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് അതിന് പരിഹാരം കിട്ടും. അത്തരത്തിൽ കുറേ അമലുകൾ മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ പരിചയപ്പെടുത്തിയതായി കാണാം. അത്തരത്തിൽ ചില സൂറത്തുകൾ ഓതാനും, ചില ആയത്തുകൾ ഓതാനും, ചില ദിക്റുകൾ പ്രത്യേകമായി ചൊല്ലാനും ഒക്കെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് മഹത്തുക്കളായ ആളുകൾ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് അമലുകൾ പലർക്കും ചെയ്തു കൊടുത്തിട്ട് അൽഹംദുലില്ലാ ഫലം കിട്ടിയത് അവർ വിളിച്ചു പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ വലിയ റാഹത്ത്, സന്തോഷമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലെ ലിൽ വജഇ വൽ ജൂഇ വൽ അതുശി വൽ ഹൈറത്തി അതുപോലെ വൽ ഖർദി, ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള നമ്മുടെ വിശപ്പ് ശമിക്കാൻ, വേദനകൾ ശമിക്കാൻ, പ്രയാസങ്ങൾ തീർന്നു കിട്ടാൻ, അതുപോലെ തന്നെ നമുക്ക് കടങ്ങൾ തീർന്നു കിട്ടാൻ, ഖർദ്, നമ്മുടെ കടങ്ങൾ തീർന്നു കിട്ടാനൊക്കെ പരിഹാരമാകുന്ന ഒരു അമൽ വിശുദ്ധമായ ഖുർആനിൽ കാണാം. സൂറത്തുൽ ആദിയാത്ത്. ചില കുതിരകളെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയാം. കുതിരകളെ പിടിച്ച് സത്യം ചെയ്യുക. വൽ ആദിയാത്ത് ളുബ്ഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا
فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير صدق الله العظيم. വിശുദ്ധ ഖുർആനിലെ കേവലം 11 ആയത്തുകളുള്ള ഒരു സൂറത്താണ്. ചില കുതിരകളെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയണം. എന്തേ കുതിരകൾക്കുള്ള പ്രത്യേകത? ഈ പറയുന്ന കുതിരകൾക്ക് ചില പ്രത്യേകതകൾ പറയുന്നത് എല്ലാ കുതിരകൾക്കും ഇല്ല. മറിച്ച് ഈ കുതിരകൾ പറയുന്നത് യുദ്ധക്കളത്തിൽ അടരാടുന്ന കുതിരകൾ, തൻ്റെ യജമാനനെയും വഹിച്ചുകൊണ്ട് കുതിരപ്പുറത്ത്, ഈ കുതിരകൾ തൻ്റെ പുറത്ത് വഹിച്ചുകൊണ്ടാണ് ചീറിപ്പാഞ്ഞുകൊണ്ട് രണാങ്കണത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. എതിരെ നിൽക്കുന്ന ആളുകളുടെ കയ്യിൽ കുന്തം ഉണ്ടെന്നോ കുടച്ചക്രം ഉണ്ടോന്നൊന്നും ഈ കുതിരക്ക് നോട്ടമില്ല. തൻ്റെ യജമാനൻ പുറത്തിരിക്കുന്ന ആളെ വീഴ്ത്താതെ അതിശീഘ്രം ആ യുദ്ധക്കളത്തിലേക്ക് പാറിപ്പറക്കുന്ന, തീ പാറുന്ന വേഗതയിൽ പാറുന്ന ചില കുതിരകളെ സംബന്ധിച്ച് ഖുർആൻ പറയാണ്. തൻ്റെ യജമാനൻ തനിക്ക് കൊടുത്ത ഭക്ഷണത്തിൻ്റെ ഒരു നന്ദി ആ യജമാനനോട് കാണിക്കുന്ന കുതിരകൾ. എന്നാൽ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലക്കനൂദ്, ഈ കുതിരകൾ കാണിക്കുന്ന നന്ദി പോലും, തൻ്റെ യജമാനനോട് കാണിക്കുന്ന ആ അനുസരണയോ നന്ദിയോ പോലും സൃഷ്ടാവായ റബ്ബിനോട് മനുഷ്യൻ കാണിക്കുന്നില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. താക്കീത്. അവർ വളരെ നഷ്ടത്തിലാണ്, ധിക്കാരികളാണ്, നന്ദി കെട്ടവരാണ് എന്ന് ഖുർആൻ പറയാം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ കാത്തിരക്ഷിക്കുമാറാട്ടെ. എന്നാൽ ഈ ഒരു സൂറത്ത് ആരെങ്കിലും മനസ്സറിഞ്ഞ് നല്ല ഹൃദയത്തോടുകൂടി ആത്മാർത്ഥമായ ഖൽബോട് കൂടിയിട്ട് ആരെങ്കിലും ഒരാൾ മൻ ഖറഅ സൂറത്തുൽ ആദിയാത്ത്, ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ആദിയാത്ത് പാരായണം ചെയ്തു, എന്നാൽ ഖല്ലസഹുല്ലാഹു മിനൽ ജൂഇ വൽ അത്ശി വൽ വജ്ഇ വൽ ഐറത്തി വൽ ഖർദി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പട്ടിണി നീക്കിക്കൊടുക്കും. വിശപ്പും ദാഹമൊക്കെ മാറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ പട്ടിണി അനുഭവിക്കേണ്ടി വരൂല എന്ന്. വേദനകൾ നീക്കിക്കൊടുക്കും അള്ളാഹു, പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുമ്പോൾ ഖർദി ആ വ്യക്തിയുടെ ജീവിതത്തിലെ കടബാധ്യതകളെയും അള്ളാഹു തീർത്തു കൊടുക്കുന്നതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് മഹത്തുക്കൾ വിശദീകരിക്കുകയാണ്. മൻ ഖറഅ, ആരെങ്കിലും പാരായണം ചെയ്യുക സൂറത്തുൽ ആദിയാത്ത്, എന്ത് ആദിയാത്ത് സൂറത്ത്, വൽ ആദിയാത്ത് എന്ന സൂറത്ത് പാരായണം ചെയ്താൽ, അത് മാത്രമല്ല തുർസഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ ഈ ഓതുന്ന പാരായണം ചെയ്യുന്ന വ്യക്തിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് നൽകുന്നതാണ് എന്ന്. ഞാനാണ് പാരായണം ചെയ്തത് എങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് അല്ലാഹു റിസ്ക് നൽകും. എന്ത് ചെയ്യുക? ഇഖ്റ സൂറത്തുൽ ആദിയാത്ത്, സൂറത്തുൽ ആദിയാത്ത് പാരായണം ചെയ്യണം. എത്ര തവണ? 110 മറ, 110 തവണ സൂറത്തുൽ ആദിയാത്ത് ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അയാൾ പോലും പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ എന്ത് ചെയ്യും? അള്ളാഹു റിസ്ക് തുറന്നു കൊടുക്കും. റിസ്കിൻ്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ വിശദീകരിച്ചതായി കാണാം. ഈ സൂറത്തിന് ഒരുപാട് പ്രത്യേകതകൾ പറയുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ മൻ ഖറഅഹ, ഈ സൂറത്തുൽ ആദിയാത്ത് പാരായണം ചെയ്താൽ ആ വ്യക്തിക്ക് ഉഅ്തിയ മിനൽ അജ്രി 10 ഹസനാത്ത്, ആ വ്യക്തിക്ക് ഓരോ ഹർഫുകൾക്കും പകരമായിട്ട് 10 നന്മകൾ വീതം എക്സ്ട്രാ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് കൊടുക്കും. ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് അള്ളാഹു ചേർത്ത് കൊടുക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ മഹത്തായ ഒരു സൂറത്താണ്. കേവലം 11 ആയത്തുകൾ മാത്രമേ ഉള്ളൂ. ചെറിയ സൂറത്തുകളിൽപ്പെട്ട സൂറത്താണ്. ഇതാരും പാരായണം ചെയ്താൽ വെറുതെ ആവൂല. അതുകൊണ്ട് നമ്മുടെ കടബാധ്യതകൾ തീരാൻ, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ, നമ്മുടെ ജീവിത പ്രയാസങ്ങൾ നീങ്ങാൻ, വേദനകൾ മാറിക്കിട്ടാനൊക്കെ ഉപകരിക്കുന്നൊരു സൂറത്ത് പതിവാക്കാൻ ശ്രമിക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. പതിവാക്കുന്നവർക്ക് വലിയ നേട്ടങ്ങളുണ്ട്. ആ പതിവാക്കിയവർക്ക് കിട്ടിയ നേട്ടങ്ങൾ എമ്പാടും നമുക്ക് പറയാനുണ്ട്, അനുഭവങ്ങളുണ്ട്. അള്ളാഹു അത്തരത്തിൽ ഒരുപാട് നന്മകൾ കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതം ധന്യമാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വാ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.